ഓക്കെ, ഗൺമാന്റെ കാര്യത്തിൽ ഗൺമാൻ ഒരു ആവേശം കാണിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല, എനിക്കത് പറയാൻ മടിയില്ല. അല്ല, അന്ന് അടികൊണ്ട AD തോമസിനും ഉണ്ടല്ലോ നിയമസഭയിൽ. AD തോമസ് ഒക്കെ നിയമസഭയിലുണ്ട്. നിങ്ങൾ അറിയേണ്ടത് 1975-ലും 77-ലും ഒക്കെ പിണറായി വിജയനെ തല്ലി അവശരാക്കിയിട്ടുള്ള പോലീസുകാരും ഇന്ന് സർവീസിൽ ഉണ്ട്. അവരൊക്കെ റിട്ടയർ ചെയ്യും, അല്ലാതെ എന്താ സംഭവിക്കുക? ഇതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാനില്ല. ആകെ ഈ കഴിഞ്ഞ പിണറായി വിജയൻ ഗവൺമെന്റ് കാലത്താണ് 100-ൽ പരം, ഏതാണ്ട് 139 പോലീസുകാരെ ആദ്യമായി സേനയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട നടപടി ഉണ്ടായത്. അല്ലാതെ നമ്മുടെ ഇവിടെയുള്ള ഏത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിലും അവനൊരു പരിധിവരെയൊക്കെ പൊക്കൃതനം കാണിച്ചാൽ അവനെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും കൂടി പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കും. പിന്നെ ഇദ്ദേഹത്തിന് പറയാൻ ഒരുപാട് ന്യായീകരണങ്ങളും ഉണ്ട്. കാരണം എന്താ, ഒരു മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ഗാർഡാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ഗാർഡ് എന്നുള്ളത് മുഖ്യമന്ത്രി സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തതെന്ന് പറയാം. പക്ഷേ അതിൽ വലിയ തെറ്റുണ്ട്. കാരണം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വരുന്ന ഒരാൾ നമ്മൾ അടിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ അവിടെ പോയി അടികൊണ്ട് വീണ് കിടക്കുമ്പോൾ പിന്നെയും ചെന്ന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അടിക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷെ ഇതൊക്കെ ഇപ്പോൾ വലിയ വാർത്തയാവുന്നേ ഉള്ളൂ. നിങ്ങൾ അറിയേണ്ടത് K കരുണാകരൻ തടഞ്ഞിട്ടുള്ള 5 പേരുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 5 പേര് തടഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് അറിയുമെന്ന്? അതിൽ ഏറ്റവും ആദ്യത്തെ ആള് P രാജീവാണ്. താങ്കളിപ്പോൾ P രാജീവിനെ പോലീസ് മർദ്ദിച്ചതിൻ്റെ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഗൂഗിളിലൊന്ന് അടിച്ചുകൊണ്ട് നോക്ക്. P രാജീവ് ഏതാണ്ട് മറ്റേ ഗാന്ധിജീനെ പോലെ വരുന്നൊരു ദൃശ്യം നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ ഷർട്ടൊക്കെ കീറി പറഞ്ഞ് ആകെ പോയതിന് ശേഷം P രാജീവിനെ അടിച്ചൊതുക്കിയിട്ട് എന്ത് ചെയ്തു, അവർ പുറത്തേക്ക് വന്നു. ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിന്നീട് CPM ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ശിക്ഷിച്ചു? ഏത് രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത്? നാളെ ഇത് ഉദ്യോഗസ്ഥന്മാർക്ക് നിന്ന് അങ്ങനെ നടപടി എടുക്കുമെന്നൊന്നും നിങ്ങൾ വിചാരിച്ചു കളയരുത്. പുനരന്വേഷണമൊക്കെ പ്രഖ്യാപിക്കും. അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് എന്ത് ചെയ്യും? ഇവർ കുറ്റവാളികളല്ലായിരുന്നു എന്ന് കണ്ടെത്തും. ചിലപ്പോൾ സർവീസിൽ ഒരു മാർക്ക് വരും. എന്നുള്ളതിനും അപ്പുറത്തേക്ക് ഒരു പുല്ലും സംഭവിക്കാൻ പോകുന്നില്ല. Subscribe and follow me.